നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ കോഴിക്കോട് പ്രസിഡന്റ് ഹരീഷ് ജയരാജനാണ്. അദ്ദേഹവുമായിട്ട് നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, അതായത് AKDA, ഇതിപ്പോൾ രൂപം കൊണ്ടിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 1982 തൃശ്ശൂരിൽ വെച്ച്, തൃശ്ശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ചിട്ടാണ് CF തോംസണും PJ ജോർജും കൂടിയിട്ടുള്ള ആ കൂട്ടായ്മയാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം ഉണ്ടായത്. ആ കാലഘട്ടങ്ങളിൽ തന്നെയായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി രൂപീകരിച്ചത്. വിതരണ വ്യാപാരികൾക്ക് മാത്രമായി ഒരു സംഘടന കൂടിയേ തീരൂ എന്നുള്ള പല ആവശ്യങ്ങളും ആ സമയത്ത് വന്നു. ആ കൂട്ടായ്മയിൽ നിന്നാണ് ഒരു എളിയ തുടക്കമായി തൃശ്ശൂരിൽ വെച്ചിട്ടാണ് AKDA തുടങ്ങിയത്. ഇപ്പോൾ ഏത് കാലഘട്ടത്തിലായിരിക്കും? 1982. 1982 AKDA തുടങ്ങാനുള്ളൊരു സാഹചര്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് തുടങ്ങിയത്? അതുവരെ വിതരണ വ്യാപാരികൾക്ക് ഒരു സംഘടന ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഏകീകൃത രൂപമില്ലായിരുന്നു. ഒരു ഭാഗത്ത് സർക്കാർ ഏജൻസികൾ, സർക്കാർ വകുപ്പുകൾ, മറുഭാഗത്ത് തൊഴിലാളികൾ കരിനിയമങ്ങൾ, ഇത് കൂടാതെ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന വിതരണ വ്യാപാരികൾ, ഒരു ഏരിയയിൽ മറ്റവൻ്റെ ഏരിയയിൽ കൊണ്ടുപോയി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഏരിയ എൻക്രോച്ച് ചെയ്യുക, ഇങ്ങനെ അന്യോന്യം കടിപിടി കൂടുന്ന ഒരു സമൂഹത്തെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്ന് അച്ചടക്കമുള്ള പരസ്പരം സഹകരിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു AKDAയുടെ സ്ഥാപിച്ച സമയത്തുള്ള ലക്ഷ്യം. ഞങ്ങൾ ഏറെക്കുറെ ആ കാര്യത്തിൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞത്. നമ്മുടെ AKDAയിൽ ഇപ്പോൾ എത്ര മെമ്പർമാർ നിലവിലുണ്ട്? 9700ഓളം മെമ്പർമാർ ഉണ്ട്. കറക്റ്റായിട്ട് നമ്പർ പറയുന്നത്, പല മെമ്പർമാർ ഞങ്ങളുടെ രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ പോലും പ്രവർത്തനം പലരും നിർത്തിയതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതേപോലെ പുതുതായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ രജിസ്റ്ററും ഞങ്ങളുടെ വെബ്സൈറ്റ് പ്രകാരം 9700ഓളം മെമ്പർമാർ വരുന്നുണ്ട്. നമ്മുടെ AKDAയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക? ഒരു വിതരണ വ്യാപാരി വിതരണ വ്യാപാരം ആരംഭിച്ചു കഴിഞ്ഞാൽ ആരംഭിക്കുന്നതിന് തന്നെ അയാൾക്ക് ഒരുപാട് കടമകളുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് മുതൽ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്സ്പ്ലോസീവ് വേണ്ടവർക്ക് അത്, ഡ്രഗ് ലൈസൻസ് വേണ്ടവർക്ക്, അങ്ങനെ 10-15 പല രീതിയിലുള്ള കടമ്പകൾ കടന്നു പോയ ശേഷം മാത്രമേ ഒരു വിതരണ വ്യാപാരിക്ക് വിതരണ വ്യാപാരം തുടങ്ങാനുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാലും അവന് പല രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി മേധാവികൾ തുടങ്ങുമ്പോഴുള്ള മധുര വാഗ്ദാനങ്ങളായിരിക്കില്ല അതിനുശേഷം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ സർക്കാർ വകുപ്പുകൾ എങ്ങനെ ഇവരെ ഈ അജ്ഞതയെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാമെന്ന് ഉണ്ടാക്കും. തൊഴിലാളികൾ വേറെ, ഈ മറ്റ് സമീപത്തുള്ള വിതരണ വ്യാപാരികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ്റെ ഏരിയയിൽ കയറി ഇവൻ്റെ ഏറ്റവും നല്ല ഭാഗത്തെ, നല്ല വ്യാപാരത്തെ അല്പം വില കുറച്ച് അണ്ടർ കട്ടിങ് എന്നുള്ള ഓമന പേരിൽ കാര്യങ്ങൾ നടക്കാം. ഇത്തരം കാര്യങ്ങൾ AKDA മെമ്പർമാർക്ക്, AKDAയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ മെമ്പർമാർക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ പ്രഖ്യാപിതം. ഒരു വിതരണക്കാരന്, ഒരു പുതിയതായിട്ട് വരുന്ന ഒരു വിതരണക്കാരന് ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അയാൾ എന്ത് മാനദണ്ഡമാണ് അയാളിൽ നിന്ന് നോക്കുന്നത്? അയാൾ ഒരു അംഗീകൃത വിതരണ വ്യാപാരി ആയിരിക്കണം. അയാൾ അംഗീകാരമല്ലാത്ത കാര്യങ്ങൾ വിതരണം ചെയ്യരുത്. അംഗീകൃത വിതരണ വ്യാപാരി അദ്ദേഹത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും ഇപ്പോൾ GST വകുപ്പിൽ നിന്നൊക്കെ GST ഉള്ള ആൾക്കാർക്കാണ് ഞങ്ങൾ മുൻപ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ചെറിയ ടേൺ ഓവർ ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മിൽമ പാല് പോലുള്ള വിതരണം ചെയ്യുന്ന ആൾക്കാർക്ക് GST ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പം അംഗീകൃത വിതരണ വ്യാപാരിക്ക് ഞങ്ങൾ നിലവിലുള്ള വിതരണ വ്യാപാരി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം. പുതിയൊരു വിതരണ വ്യാപാരി ഞങ്ങളുടെ മെമ്പർഷിപ്പിലേക്ക് വരുമ്പോൾ നിലവിലുള്ള വ്യാപാരികളോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഏരിയ അദ്ദേഹത്തിന് അനുവാദമില്ലാതെയാണോ എടുക്കുന്നത്? അദ്ദേഹത്തിന് അനുവാദത്തോടു കൂടി മാത്രമേ പുതിയ ആൾക്കാർക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിലൊക്കെ എത്ര രൂപ ചിലവുണ്ടാവും? അത് 2000 രൂപയാണ് ഇപ്പോൾ നടക്കുന്നത്. ശരിക്കും 3500 രൂപയാണ് ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരുന്നത്. ഡിസംബർ മാസം ഞങ്ങളൊരു മെമ്പർഷിപ്പ് ഡ്രൈവ് നടക്കുകയാണ്. ആ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഓരോ ജില്ലകളിലാണ് വ്യത്യാസങ്ങളുണ്ട്. കോഴിക്കോട് ജില്ല ഇപ്പോൾ 2000 രൂപയ്ക്ക് പുതിയ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. 2000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള വർഷത്തേക്കാണ്. ഇതിൽ ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സംവിധാനം ഇല്ല, അങ്ങനെ ഇല്ല. ഏതൊരാളും 2000 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുക. ഇനി ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ രാവിലെ പല്ല് തേക്കുന്ന പേസ്റ്റും ബ്രഷും മുതൽ രാത്രി ഉറങ്ങാൻ നേരത്തെ കത്തിച്ചു വെക്കുന്ന
കൊതുകുതിരിക്ക് വരെ ടാക്സ് പൊതുജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. അതെ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനാണല്ലോ അത് കൊടുക്കുന്നത്, എന്തെങ്കിലും ചെയ്തു തരേണ്ടതില്ലേ? നിങ്ങളെ കൃത്യമായും പരിഗണിക്കേണ്ടതില്ലേ? തീർച്ചയായും. ഏത് തരത്തിൽ പരിഗണിക്കണം? ഏത് സർക്കാരിൻ്റെങ്കിലും, സംസ്ഥാന സർക്കാരും ശരി കേന്ദ്ര സർക്കാരായാലും ശരി, അവരുടെ വരുമാനത്തിൻ്റെ മെയിൻ ഒന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മദ്യത്തിൻ്റെ നികുതിയാണ്. ഇത് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ നികുതി സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി സാധാരണ കടകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ചു നൽകുന്ന വിഭാഗമാണ് ഞങ്ങളൊരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലാണ് പലരും തുടങ്ങിയിട്ടുണ്ടാവും. എങ്കിൽ കൂടി ഇന്ന് ഞങ്ങളുടെ കൂടെ 5 10 ആൾക്കാർക്കോ 100 പേർക്ക് വരെ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ട്. അത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നടപടിയും നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ആവശ്യം കിട്ടുമ്പോൾ, തരം കിട്ടുമ്പോൾ ഞങ്ങളെ ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും വലിയ പിഴ ഈടാക്കിക്കൊണ്ട് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, ഈ മേഖലയിലേക്ക് ഇത്ര ആളുകൾ കടന്നു വരരുത് എന്നുള്ള ഒരു നയം സർക്കാരിനുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ നമ്മളെ പൊതുജന സമക്ഷം വളരെ വിഷമത്തോടു കൂടി അവതരിപ്പിക്കുകയാണ്. നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവിടുത്തെ നികുതി പിരിക്കാൻ ഒരു ചെറിയ ടെറിട്ടറിയാണ്. ഒരു 1000 1500 ആളുകളൊക്കെ, അല്ലെങ്കിൽ ഒരു 8000 മുതൽ 8500 ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും മിക്കവാറും ഈ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടെറിട്ടറിയിലുള്ള ആളുകളെ നികുതി പിരിക്കാൻ, അതായത് അവിടുത്തെ കെട്ടിട നികുതി പിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. അതേസമയം 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളിൽ നിന്നും നികുതി പിരിച്ച് സർക്കാരിന് കൊടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം ചിലവിലാണ്. അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ മേടിക്കുന്നു, നിങ്ങൾ തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ ശമ്പളം കൊടുത്ത് വെക്കുന്നു, നിങ്ങൾ ബില്ലടിക്കാനുള്ള പേപ്പർ മേടിക്കുന്നു, സർവ്വ പരിപാടികളും നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിങ്ങളെ ലാഭത്തിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടാണ് സർക്കാരിന് നികുതി പിരിച്ച് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് ഗവൺമെൻറ് 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചികിത്സയെങ്കിലും ഗവൺമെൻറ് ചെയ്തു തരണ്ടേ? തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു തരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളെ എണ്ണത്തിൽ 9000 10,000 ഉണ്ടെങ്കിൽ കൂടി ഞങ്ങളുടെ സമൂഹം, ഡിസ്ട്രിബ്യൂട്ടർ സമൂഹം എന്നുള്ളത് ഒരാൾക്ക് 10 തൊഴിലാളികൾ വെച്ചാൽ തന്നെ 1,00,000 മേലെയായി. കോഴിക്കോട് ജില്ലയിൽ തന്നെ 50ഉം 100ഉം ആൾക്കാരുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഞങ്ങളെ കൂടെയുണ്ട്. ഇത്രയും പേർക്ക് സർക്കാരിൻ്റെ ഒരു സഹായവും ഇല്ലാതെ, സർക്കാരിന് നികുതി കൊടുത്തുകൊണ്ട് ഇത്രയും ഈ സർക്കാരിൻ്റെ നമ്മുടെ ജനങ്ങളെ സാധാരണ ഞങ്ങൾ തീറ്റിപ്പോറ്റുന്ന ഒരു സമൂഹം കൂടിയാണ് ഞങ്ങൾ. നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രോത്സാഹനമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും പല കാലഘട്ടത്തിൽ മാറി വരുന്ന സർക്കാരുകൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, ഞങ്ങൾക്ക് ഇപ്പം ഈ ഏകദേശം ഒരു തീരുമാനമായത് കേൾക്കുന്നു, പക്ഷേ തീരുമാനമായി കണ്ടില്ല. 4% ഇൻട്രസ്റ്റിൽ വായ്പ നൽകുക എന്നുള്ളത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് 4% കൊടുക്കുന്നത് പോലെ വിതരണ വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്ക് 4% നിരക്കിൽ വായ്പ തരാ എന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അടുത്ത ബഡ്ജറ്റിൽ അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ ഒരു നിർഭാഗ്യമായ കാര്യം പറയട്ടെ, പല ബഡ്ജറ്റിലും ഞങ്ങൾ ഇതുപോലെ കാത്തു നിന്നത് ഞങ്ങൾ നിരാശരായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ അല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. താങ്കളിപ്പോൾ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയക്കാരോട് ഇങ്ങനെ പറയുകയും രാഷ്ട്രീയക്കാരത് മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാർ എന്ന് നമ്മൾ പറയുന്നത് ആരാണ്? നമുക്ക് ചുറ്റും ഉള്ള, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കടകളുടെ മുമ്പ് കൂടെ ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ചു പോയ ആളുകളാണ് നാളെ മന്ത്രിമാരായിട്ട് വരുന്നതും നിയമനിർമ്മാണ സഭയിലിരുന്ന് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ഇവരൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ SNDP, NSS, സമസ്ത തുടങ്ങിയ സമുദായ സംഘടനകളൊക്കെ ഇവർ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ വീട്ടിൽ പോയി കാണുകയും അവരുടെയൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ നേതാക്കന്മാരെ വീട്ടിലൊന്നും വന്ന് ആരും ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം നിങ്ങളൊരു വോട്ട് ബാങ്ക് അല്ല. നിങ്ങളൊരു വോട്ട് ബാങ്ക് ആവേണ്ട ആവശ്യം ഉണ്ടോ? തീർച്ചയായും ആവശ്യമുണ്ട്. അത് ഒരു വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഒരുപക്ഷെ കേരളത്തിലെ ഓരോ മനുഷ്യനുമുള്ള അമിതമായ രാഷ്ട്രീയ അതിപ്രസരം ആയിരിക്കാം. അവൻ്റെ വീട്ടിൽ പട്ടിണി കിടന്നാൽ പോലും അവൻ്റെ ആദർശം അല്ലെങ്കിൽ അവൻ്റെ പാർട്ടി എന്നുള്ള ആ അതിപ്രസരം ആയിരിക്കാം ഇത്തരം കാതലായ വിഷയങ്ങളിൽ സാധാരണക്കാരൻ്റെ ശ്രദ്ധ ആവശ്യത്തിന് ചെലുത്താതിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നാൾക്ക് നാൾ വർഷങ്ങൾ കഴിയും തോറും ഈ കാര്യത്തെ പറ്റിയിട്ട് വിതരണ വ്യാപാരികളും വളരെ അവബോധത്തോടു കൂടി തന്നെയാണ് പോകുന്നത്.
പല പ്രാവശ്യവും പണ്ട് ആർക്കോ ആയിരുന്നു വയറ്റിൽ വേദന, ഇപ്പം സ്വന്തം വയറ്റിൽ വേദന വരുമ്പോൾ സ്വന്തം നാട്ടിൽ അവൻ്റെ സമൂഹത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഇതേപോലെ വരുമ്പോൾ അവർ ഈ കാര്യത്തിൽ കൂടുതൽ പ്രബുദ്ധരാവാറുണ്ട്. അവർ ഞങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും ആ കാര്യത്തിൽ വളരെ മുന്നോട്ടാണ് എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ ഉൽപ്പന്നത്തിനെ കിടപിടിക്കുന്ന ഒരുപാട് ഐറ്റങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് VKC, ഹാപ്പി, ഡബിൾ ഹോയ്സ്, അജ്മി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളരെ നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ അസോസിയേഷൻ, അതായത് AKDA വിതരണക്കാരുടെ അസോസിയേഷൻ തീരുമാനിക്കുകയാണ് ഇത്തരത്തിലുള്ള കുറേ ആളുകളെ സഹായിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ വാങ്ങണം എന്നുള്ള നിലയ്ക്ക് ഒരു സംവരണം പോലെ ഞങ്ങൾ ഇത്ര ഡീൽ ചെയ്യുന്നതിൻ്റെ അതിനകത്തൊരു ഇത്ര ശതമാനം പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വിൽക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ രീതിയിൽ സംഘടനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?